ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. കുബത്ബെക് ബോർണോവ് ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2020 പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ചത് ആർക്ക്? അപ്പോൾ ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 2020 ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. നോബൽ പ്രൈസ് ജേതാവായ അമർത്യ സെന്നിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ചത് ആർക്കാണ്? അമർത്യ സെൻ. 1950 മുതലാണ് ഈ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 25,000 യൂറോയാണ്. 25,000 യൂറോയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ലഭിച്ചിരിക്കുന്നത് ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ സെബാസ്റ്റ്യൻ എർബേറയ്ക്കാണ് കഴിഞ്ഞ വർഷത്തെ പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ചത്. അമർത്യ സെന്നിനെ കുറിച്ച് അറിയുമ്പോൾ 1998 നോബൽ പ്രൈസ് ജേതാവാണ് ആര്? അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പോൾ അമർത്യ സെൻ ആണ് 2020 പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡ് ലഭിച്ചത് അമർത്യ സെൻ ആണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: IFTAസിന്റെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ടി രവിശങ്കർ ആണ്. അപ്പോൾ ടി രവിശങ്കർ ആണ് IFTAസിന്റെ പുതിയ ചെയർമാൻ. IFTAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ഓഫ് അലൈഡ് സർവീസസ് ആണ്. ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ഓഫ് അലൈഡ് സർവീസ് എന്നാണ് IFTAസിനെ പറയുന്നത്. അപ്പോൾ IFTAസിന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് ടി രവിശങ്കർ ആണ്. അതുപോലെ IFTAസിന്റെ പുതിയ CEO എന്ന് പറയുന്നത് ഡോക്ടർ എൻ രാജേന്ദ്രൻ. ഈ അപ്പോയിന്റ്മെന്റുകളെല്ലാം RBI ആണ് കണ്ടക്ട് ചെയ്യുന്നത്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി നമുക്കറിയാം. മുംബൈ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. അതുപോലെ ഈ IFTAസിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ ഡേ ഓഫ് സെലിബ്രേഷൻ ഓഫ് ദ സോൾസ്റ്റേസ് ജൂൺ 21 ഗ്രീഷ്മ ഏനാന്തം എന്നാണ് പറയുന്നത്. സമ്മർ സോൾസ്റ്റേസ് ജൂൺ 21 സമ്മർ സോൾസ്റ്റേസ് എന്ന് പറയുന്നത്. ഏക് തു ഖേലോ ഏക് തു പഠോ, ഏക് തു ഖേലോ ഏക് തു പഠോ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ത്രിപുരയിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഏക് തു ഖേലോ ഏക് തു പഠോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീനിങ് പ്ലേ ലിറ്റിൽ സ്റ്റഡി ലിറ്റിൽ. പ്ലേ ലിറ്റിൽ സ്റ്റഡി ലിറ്റിൽ എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ത്രിപുരയിലാണ്. ത്രിപുരയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 വിലയിരുത്തുവാൻ വേണ്ടി ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് എവിടെയാണ്? അപ്പോൾ എവിടെയാണ് COVID-19 വിലയിരുത്താൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? IIT പാലക്കാടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ലങ് അൾട്രാസൗണ്ട് ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: റഷ്യൻ വിക്ടറി ഡേ പരേഡ് എന്നാണ്. അപ്പോൾ എന്നാണ് റഷ്യൻ വിക്ടറി ഡേ പരേഡ് നടക്കുന്നത്? ജൂൺ 24 ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് പങ്കെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ട്രൈ സർവീസിലെ 75 മെമ്പേഴ്സും ഇതിനോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്നാഥ് സിംഗ് ആണ് പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: 2020 സോണി വേൾഡ് ഫോട്ടോഗ്രാഫി അവാർഡിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളത്. അപ്പോൾ 2020 സോണി വേൾഡ് ഫോട്ടോഗ്രാഫി അവാർഡിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. പബ്ലോ അൽബറാങ്ക. പബ്ലോ അൽബറാങ്കയ്ക്കാണ് ഈ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ എന്ന പുരസ്കാരം സോണി വേൾഡ് ഫോട്ടോഗ്രാഫി അവാർഡിൽ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: കോവിഡ് ക്ലിനിക്കൽ ട്രയലിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഏത് കമ്പനിക്കാണ് COVID-19 ക്ലിനിക്കൽ ട്രയലിന് വേണ്ടി അനുമതി ലഭിച്ചിരിക്കുന്നതാണ്? ഗ്ലെൻമാർക്കിനാണ്. അപ്പോൾ ഗ്ലെൻമാർക്ക് ഇന്ത്യൻ കമ്പനിക്കാണ് ആദ്യമായിട്ട് ഈ അനുമതി ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാധ്യതരഹിത കമ്പനിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്പനി ഏതാണ്? അപ്പോൾ ഒരു കമ്പനി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ ബാധ്യതരഹിത കമ്പനി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് കമ്പനി എന്നാണ്? റിലയൻസ് കമ്പനിയാണ്. മുകേഷ് അംബാനിയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിൽ കേരളത്തിന്റെ പുതിയ റാങ്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.